ഹലോ ഫ്രണ്ട്സ്, ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് എന്ന ചാനലിൻ്റെ അടുത്ത എപ്പിസോഡാണ്. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന വിഷയം നമുക്ക് ഏവർക്കും സുപരിചിതമായിട്ടുള്ള ചായയെക്കുറിച്ചാണ്. ടീ. സാധാരണ നമ്മൾ ചായ കുടിക്കാറുണ്ട്. ഈ ചായയിട്ട് ലഭിക്കാൻ കാരണം അതിൻ്റെ ലീവ്സ് ആണ്. ലീവ്സ് എന്ന് പറഞ്ഞാൽ ടീ പ്ലാന്റിൻ്റെ ലീവ്സ്. അതാണ് നമ്മൾ പിന്നെ ചായയായിട്ട് കഴിക്കുന്നത്. ഈ ടീ പ്ലാന്റിൻ്റെ സയൻറ്റിഫിക് നെയിം കെമീലിയ സൈനൻസിസ്, അല്ലെങ്കിൽ അതിന് പഴയൊരു പേരുണ്ട്, അല്ലെങ്കിൽ വേറൊരു പേരുണ്ട്, തിയ സൈനൻസിസ്. ഈ ചായ ചെടി അല്ലെങ്കിൽ പ്ലാന്റിന് വളരാനായിട്ട് ഏകദേശം 15 ഡിഗ്രി സെൻറ്റിഗ്രേഡ് തൊട്ട് 32 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ ആവശ്യം വരും. അതായത് ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ ആണ് റിക്വയർമെൻറ്റ്. അതുപോലെ തന്നെ ഏകദേശം ഒരു 150 സെൻറ്റിമീറ്റർ റെയിൻ പെർ ആനം കൊല്ലത്തിൽ വേണം. ഹ്യൂമിഡിറ്റി ഏകദേശം ഒരു 80% വേണം. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഏകദേശം ആ ചെടിക്ക് വളരാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ. ഇനി ചായ ചെടി, ടീ പ്ലാന്റ്, അതൊരു എവർഗ്രീൻ ഷെർബാണ്, ഒരു കുറ്റിച്ചെടിയാണ്. ഈ ചായ ചെടിയുടെ കുടുംബത്തിൻ്റെ പേര് തിയേസി എന്നാണ്. തിയേസി. ചായ നമുക്കറിയാം, കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവൻ വളരെ പ്രിയപ്പെട്ടതാണ് ചായ. ഈ ചായ ചെടിയിൽ നിന്നും ചായപ്പൊടിയോ ചായ ഇലയോ കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതിന് പല സ്റ്റെപ്സ് ഉണ്ട്. അത് വലിയൊരു പ്രൊസീജിയറാണ്. ഇതിൽ 4 ഏറ്റവും ബേസിക് സ്റ്റെപ്സ്. 1 വിതറിങ്, 2 റോളിങ്, 3 ഓക്സിഡേഷൻ, 4 ഡ്രൈ. ഇതാണ് കോമൺ സ്റ്റെപ്സ്. ഇതിലൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് പോസിബിളാണ്. അതുപോലെ തന്നെ നമ്മൾ ചായയിൽ കേട്ടിട്ടുള്ള ഫിനോമിനാണ് ക്യൂറിങ് ഓഫ് ടീ ലീവ്സ്. അത് ചെയ്യുന്നത് മൈക്രോബ്സ് ആണ്. അപ്പോൾ ആ ഒരു ഫിനോമിനൻ കഴിഞ്ഞു കഴിയുമ്പോൾ ഈ ചായയുടെ ഫ്ലേവറും ടേസ്റ്റും കുറേയും കൂടെ അനുയോജ്യമായിട്ട് തീരും. ക്യൂറിങ് ഓഫ് ടീ ലീവ്സ്. നമ്മൾ പണ്ട് തൊട്ടേ നമുക്കൊരു ധാരണയുണ്ട്, അതായത് ചായക്ക് പല ഗുണങ്ങളുണ്ടെന്നുള്ളത്, ഒരു ബിലീഫ്. ഇപ്പോൾ ലോകത്തിൽ ചായനെ കുറിച്ച് കണ്ടമാനം സയൻറ്റിഫിക് റിസർച്ച് നടക്കുന്നുണ്ട്. അതിൻ്റെ നല്ല വശവും പൊട്ട വശമൊക്കെ നോക്കിയിട്ട് പല സ്റ്റഡീസും പറയണത് ചായ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് പ്രതിരോധ ശേഷി കൂട്ടും. അതുപോലെ തന്നെ ചായ നമ്മുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയും കുറയ്ക്കും. ഇപ്പോൾ വളരെ പോപ്പുലറാണ് വെയിറ്റ് ലോസിന് ഈ ചായ എൻഹാൻസ് ചെയ്യും. അതിൽ നമ്മൾ ഫേമസ് ആയിട്ട് കേട്ടുള്ള ഒരു ചായയാണ് ഗ്രീൻ ടീ. ഗ്രീൻ ടീ ഇന്നിപ്പോൾ വളരെ ഫേമസ് ആണ്. ഇതിന് ആൻറ്റി ക്യാൻസറസ്, ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി മൈക്രോബിയൽ ആക്ടിവിറ്റി ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ കൊളസ്ട്രോളുമായിട്ട് ഇതിനൊരു കണക്ഷൻ ഉണ്ട്. പല സജഷൻസ് ഉള്ളത് അത് കൊളസ്ട്രോൾ ലോവറിങ് ഏജൻ്റ് ആണ്. അപ്പോൾ അതിനൊരു ഇൻഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് ഹാർട്ടായിട്ട്. ഇതിനൊക്കെ 2 വശങ്ങളുണ്ട്. അതിലൊക്കെ ആർഗ്യുമെൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ചായ അല്ലെങ്കിൽ ടീയിൽ കാണുന്ന പല കെമിക്കൽസ്, അമിനാസിഡ് ഉണ്ട്, കഫീൻ ഉണ്ട്, ഫ്ലാവനോയിഡ്സ് ഉണ്ട്, തിയാനിൻ ഉണ്ട്, ആൽക്കലോയിഡ്സ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്. ഇതിലൊക്കെ വേരിയേഷൻ വരും അതിൻ്റെ ക്ലൈമറ്റും കണ്ടീഷനും വളരുന്ന ഏരിയയും വെച്ചുകൊണ്ട്. 1953 ശരിക്കും ഇന്ത്യയിൽ, 1947 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി. 1953 ടീ ആക്ട് വന്നത്. അതിൻ്റെ ബേസിൽ 1954 ഒരു ടീ ബോർഡ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കൽക്കട്ടയിലാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. മിനിസ്ട്രി ഓഫ് കൊമേഴ്സിൻ്റെ കീഴിലാണ് അത് വരിക. ഇനി പലർക്കും സംശയമുണ്ട്, ഏതാ നല്ല ക്വാളിറ്റി ടീ. നമ്മളിപ്പോൾ മൂന്നാർ പോയാലും ഡാർജിലിംഗിൽ പോയാലും ആ ടീ പാക്കറ്റ്സ് വാങ്ങിക്കുമ്പോൾ പല ഗ്രേഡ് ഉണ്ട്, പല കോസ്റ്റ് ഉണ്ട്. ചിലതിനൊക്കെ വളരെയധികം വില കൂടുതലാണ്. അപ്പോൾ സാധാരണ ബെസ്റ്റ് ക്വാളിറ്റി ടീ എന്ന് പറയുന്നത് യങ് ലീവ്സും ലീഫ് ബഡ്സുമാണ്. അതിൽ നിന്ന് ലഭിക്കുന്ന ടീ ആണ് ബെസ്റ്റ് ക്വാളിറ്റി ടീ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ പൊടിക്ക് വില കൂടുതലുണ്ട്. ഇവിടേക്ക് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, എനിത്തിങ് ക്യാൻ ബി ഗുഡ്, ഏതും നന്നാവും ഇഫ് ഇറ്റ് ഈസ് പ്രോപ്പർലി യൂസ്ഡ്. അതാണ് ആ ഡിസിപ്ലിൻ. പക്ഷേ ഇപ്പോൾ ചായ ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അഡൾട്രേഷൻ വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറി. അവിടെ നമ്മൾ ഓർക്കേണ്ടത്, അധികമായാൽ അമൃതം വിഷം. ഇതൊക്കെ നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇനി പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, ടീ ഒരു ബിവറേജാണ്.
അപ്പോൾ നമ്മൾ ബിവറേജ് വേറെ തരത്തിലാണ് ചിന്തിക്കുക. ശരിക്ക് കമേഴ്ഷ്യലി ബിവറേജിൻ്റെ ഒരു മീനിങ് എ ഡ്രിങ്ക് അതർ ദാൻ വാട്ടർ, വെള്ളം ഒഴിച്ചുള്ള എന്തിനേയും നമുക്ക് വേണമെങ്കിൽ ബിവറേജ് എന്ന് പറയാം. അതാണ് കമേഴ്ഷ്യൽ അതിൻ്റെ ഒരു മീനിങ്. അതാ പറഞ്ഞത്, ഇതിന് ഈ ബിവറേജിന് പല വേർഷൻസ് അവൈലബിൾ ആണ്. നോർമലി അതിൻ്റെ ഒരു മീനിങ് കമേഴ്ഷ്യലായിട്ട് എ ഡ്രിങ്ക് അതർ ദാൻ വാട്ടർ. ഈ ബിവറേജ് എന്ന വാക്ക് വന്നത് 2 ലാംഗ്വേജിൽ നിന്നാണ്, ഫ്രഞ്ച് അല്ലെങ്കിൽ ലാറ്റിൽ നിന്നാണ് വന്നത്. അതിൻ്റെ മീനിങ് കണക്റ്റഡ് വിത്ത് ഡ്രിങ്കിങ് എന്നാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഒന്ന് പറഞ്ഞത് മാത്രം. ചായയെക്കുറിച്ച് അതിൽ കണ്ടമാനം റിസർച്ച് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒരാഴ്ചയും ബിയോണ്ട് ടെക്സ്റ്റ് ബുക്കിൽ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ഓൾ. താങ്ക് യു. വി ക്യാൻ മീറ്റ് ലേറ്റർ. നമുക്ക് പിന്നീട് കാണാം മറ്റൊരു വിഷയമായിട്ട്. ഓക്കെ, ടേക്ക് കെയർ, ബൈ.